നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്ന സ്ഥലം ഇന്ന് ഉത്തരാഖണ്ഡ് അല്ല, കേരളമാണ്. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അറിയിച്ച വിവരം അനുസരിച്ച് 2019 ശേഷം കേരളത്തിൽ 2239 ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. രാജ്യത്ത് ആകെ ഉണ്ടായത് 3782 മാത്രവും. ഈ നൂറ്റാണ്ട് പിറന്നതിന് ശേഷം വലിയ ദുരന്തങ്ങൾ തന്നെ എത്രയാണ് ഉണ്ടായത്? തിരുവനന്തപുരം അമ്പൂരി, മലപ്പുറം കവളപ്പാറ, വയനാട് പുത്തുമല, ഇടുക്കി പെട്ടിമുടി, ഇപ്പോൾ വീണ്ടും വയനാട് ചൂരൽമല. പശ്ചിമഘട്ടത്തിന്റെ ഏതു കുന്നും എപ്പോഴും ഇടിയാം എന്ന നിലയിലേക്ക് വരെ പ്രവചനാതീതമാവുകയാണ് ദുരന്തങ്ങൾ. ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മുതൽ കസ്തൂരി രംഗൻ കമ്മിറ്റി വരെ ചർച്ചകളിലേക്ക് വരും. ഒരു ചർച്ചയും ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കാറില്ല. ഒരു ദുരന്തം കഴിഞ്ഞാൽ തീർത്തും പുതിയ സ്ഥലത്ത് മറ്റൊന്നുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കുന്നത്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. തിരുവനന്തപുരം അമ്പൂരിയാണെങ്കിലും വയനാട് ചൂരൽമലയാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി ദുരന്ത സാധ്യതാ മേഖലകളാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. 2019 ഉരുൾപൊട്ടിയ വയനാട് പുത്തുമലയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോഴത്തെ ദുരന്ത ഭൂമിയായ ചൂരൽമല. 2019 പുത്തുമലയിൽ 1500 മില്ലിമീറ്ററിലേറെ മഴ പെയ്തപ്പോൾ ചൂരൽമലയിൽ 1200 മില്ലിമീറ്ററിലേറെ മഴ പെയ്തു. ചൂരൽമലയിലും അന്ന് ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായി. ഇപ്പോൾ ഉരുൾപൊട്ടിയ മേഖലയ്ക്ക് അടുത്തു തന്നെയായിരുന്നു അത്. 2 സ്ഥലങ്ങളിലും ഒരു ദുരന്തമുണ്ടായാൽ നിരവധി പേരെ ബാധിക്കാം എന്ന മുന്നറിയിപ്പുകളും ഉണ്ടായി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുർബല മേഖലയായി അടയാളപ്പെടുത്തിയ ഇടങ്ങളിൽ പുത്തുമലയും ചൂരൽമലയും ഉണ്ടായിരുന്നു. മലപ്പുറം കവളപ്പാറയും ഇടുക്കി പെട്ടിമുടിയും മാത്രമല്ല, കോട്ടയം കുട്ടിക്കലും ഇങ്ങനെ സമാനമായ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളാണ്. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നിരവധി റിപ്പോർട്ടുകൾ ചർച്ചയാകും. അത്തരം റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതാകും. ലോകാരോഗ്യ സംഘടന മണ്ണിടിച്ചിലുകളെ കുറിച്ചുള്ള വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലോകത്ത് ഏറ്റവും അധികം ആവർത്തിക്കുന്ന ദുരന്തമാണ് ഉരുൾപൊട്ടൽ. അത് ഏത് സ്ഥലത്തും എപ്പോഴും സംഭവിക്കാം. വലിയൊരു ഭൂമിശാസ്ത്ര മേഖലയ്ക്ക് മുകളിൽ സാധാരണയിൽ കൂടുതൽ വെള്ളം നിറയുന്ന സ്ഥിതി ഉണ്ടായാൽ ലോകത്ത് എവിടെയും ഉരുൾപൊട്ടൽ ഉണ്ടാകാം. മണ്ണും ജലവും ഒഴുകി നിറയുന്നത് 10 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെയുള്ള സമയഗണനയിലാണ്. അതിനാൽ മുന്നറിയിപ്പ് നൽകി രക്ഷിക്കാൻ ആവില്ല. മഴ മാത്രമല്ല ഇതിന് കാരണമാകുന്നത്. വലിയ വരൾച്ചയ്ക്ക് ശേഷം പെയ്യുന്ന ആദ്യ മഴയിൽ തന്നെ ഉരുൾപൊട്ടാം. ഭൂചലനങ്ങളും ഉരുൾപൊട്ടലിന് കാരണമാകാം. സ്കെയിലിൽ 3-ൽ താഴെ മാത്രം ആഘാതം രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങൾക്ക് ശേഷം വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. 1998 മുതൽ 2017 വരെ ലോകത്ത് ഉരുൾപൊട്ടലിൽ മരിച്ചത് 18,000 ആളുകളാണ്. 48 ലക്ഷം ആളുകൾക്ക് പാർപ്പിടം നഷ്ടമായി. ഇന്ത്യയിൽ കേരളത്തിലാണ് കൂടുതൽ ആവർത്തിക്കുന്നത് എങ്കിലും ഉരുൾപൊട്ടലുകൾ ഇന്നും ലോകത്തിന്റെ വലിയ സമസ്യയാണ്. വികസിത രാജ്യങ്ങളിൽ പോലും ഉരുൾപൊട്ടൽ പ്രവചിക്കാനോ തടയാനോ കഴിയാറില്ല. അമേരിക്കയിൽ മാത്രം ഓരോ വർഷവും 25 മുതൽ 50 വരെ ആളുകൾ ഉരുൾപൊട്ടലിൽ മരിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ ലോകത്ത് 20 വർഷത്തിനിടെ 18,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. എങ്കിൽ nature.com പറയുന്നത് ആ കണക്ക് ശരിയല്ല എന്നാണ്. 2004-നും 2010-നും ഇടയിൽ മാത്രം ലോകത്ത് 32,322 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നേച്ചർ മാസികയുടെ ആർക്കൈവ്സിൽ നിന്നുള്ള വിവരങ്ങൾ. 2010-ന് ശേഷം ഓരോ വർഷവും 7,600 പേർ വീതം ലോകത്ത് ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെടുന്നുണ്ട്. കാട്ടുതീയിൽ ഒരു വർഷം കൊല്ലപ്പെടുന്നത് 47 പേർ മാത്രമാണെങ്കിൽ ഉരുൾപൊട്ടലുകളിൽ അത് 7,000 മുതൽ 8,000 വരെയാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന രീതി പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ കാരണങ്ങൾ വ്യക്തമാകും. കുത്തനെയുള്ള ചെരുവുകളിൽ ആൾപ്പാർപ്പുള്ളപ്പോഴാണ് മരണസംഖ്യ കൂടുന്നത്. സാധാരണ വലിയ ഉരുളുകൾ മലമുകളിൽ നിന്നാണ് പൊട്ടിയിറങ്ങുന്നത്.
ഇത് ഒലിച്ചിറങ്ങാൻ ഏറ്റവും സാധ്യത കൃഷി ചെയ്ത് മണ്ണിളക്കിയ പ്രദേശങ്ങളിലൂടെയാണ്. തട്ടുതട്ടുകളായി തിരിച്ച ഭൂമിയാണെങ്കിൽ കൂടുതൽ വേഗത്തിൽ മണ്ണ് കുത്തിയൊലിക്കും. ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളതും ഇങ്ങനെയുള്ള കുത്തിറക്കങ്ങളിലാണ്. കവളപ്പാറയിലും പുത്തുമലയിലും ചൂരൽമലയിലുമെല്ലാം ഈ സമാനത കാണാം. പെട്ടിമുടി ദുരന്തവും ഇങ്ങനെ തന്നെയാണ്. മണ്ണിടിച്ചിലുകൾ ഒരു പ്രവചനത്തിനും വഴങ്ങുന്നതല്ലെങ്കിലും ചില പാറ്റേണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് എൽ നിനോ അഥവാ ദീർഘിച്ച എൽ നിനോ ഉണ്ടായപ്പോഴൊക്കെ ഉരുൾപൊട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. എൽ നിനോ മൂലം നമ്മുടെ സാധാരണ കാലവർഷമാണ് അട്ടിമറിക്കപ്പെടുക. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കും. കാലവർഷം ചിലപ്പോൾ സാധാരണ ലഭിക്കേണ്ടതുപോലും ഉണ്ടായി എന്ന് വരില്ല. ഇത്തവണയും അങ്ങനെയാണ്. എന്നാൽ 1-2 ആഴ്ച വളരെ ശക്തിയായി പെയ്യും. ഈ പെയ്ത്തിനെ അതിജീവിക്കാൻ കുത്തിറക്കങ്ങളുള്ള മലനിരകൾക്ക് കഴിയില്ല. എക്സ്റ്റെൻഡഡ് എൽ നിനോ ഉള്ളപ്പോൾ ജാഗ്രത പാലിക്കണം എന്നൊരു കീഴ്വഴക്കം ഇപ്പോൾ ജിയോളജിസ്റ്റുകൾക്കിടയിൽ ഉണ്ട്. ഇത്തവണ അങ്ങനെയൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കേരളത്തെക്കാൾ ഭയാനകമായ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കുന്ന മേഖലയാണ് ചൈനയിലെ സിയാച്ചിൻ. വെൻചുവാൻ ഭൂമികുലുക്കത്തിൽ 20,000-ഓളം പേർ മരിച്ചതിന് പിന്നാലെയുള്ള വർഷങ്ങളിലെല്ലാം സിയാച്ചിനിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. 2018 പ്രളയം മുതലുള്ള വിവരങ്ങൾ എടുക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ ഉരുൾപൊട്ടലുകളെല്ലാം ഇതിനു ശേഷമാണ്. കവളപ്പാറയിലും പെട്ടിമുടിയിലും 59 വീതം, കുട്ടിക്കലും പുത്തുമലയിലും 20ഉം 17. ഇവയെക്കാളൊക്കെ പേടിയുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ദുരന്തം. ആഗോള ശാസ്ത്രലോകം തന്നെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഉരുൾപൊട്ടലുകൾക്ക് മുന്നിൽ. മുന്നറിയിപ്പ് നൽകാത്തതിന് ഭരിക്കുന്ന സർക്കാരുകളെയോ ഗവേഷകരെയോ പഴിക്കുന്നതിൽ അർത്ഥമില്ല. കേരളത്തിലെ 60% സ്ഥലങ്ങളിലും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത 40%-ലേറെയാണ്. അതീവ ദുർബലമായ മലകൾ കണ്ടെത്തി പുനരധിവാസം എന്ന സാധ്യത മാത്രമാണ് മുന്നിലുള്ളത്. വരും തലമുറകൾക്കെങ്കിലും ആഘാതം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതും എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി.